ഭാവനയും ചിന്തയും ജീവിതത്തെയും നോക്കി കാണുകയും നിഷ്പക്ഷമായ ഒരു സമീപനം മൊത്തത്തില് അത് അന്നൊരു പ്രാക്ടിക്കൽ ലെവലില് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യും ആ ചിന്തകളുണ്ട് ഒരു എഴുത്തുകാരൻ. നമ്മളറിയാതെ ജനിച്ച് വീണത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് എഴുത്തിലേക്ക് ഓരോ എഴുത്തുകാരനും വൈകി വീഴുകയോ അല്ലെങ്കിൽ തെന്നിമാറുകയോ അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുകയോ ചെയ്യുന്നത്. നമ്മളൊക്കെ ഒരു സാധാരണ കാണുമായിരിക്കും. അത് പക്ഷേ അത് ഒരു സൈലൻസിൽ നിന്ന് അവരുപോലും അറിയാതെ സംഭവിച്ചു പോകുന്നതാണ്. മലയാളത്തിൽ ഒരു മാധവിക്കുട്ടിയെ കണ്ടു. അപ്പൊ അത് ഒക്കെ അത് അറിയാതെ സംഭവിച്ചു പോകുന്നതാണ്. പക്ഷെ അതിൽ വ്യത്യസ്ത മുഖങ്ങളുണ്ട് എല്ലാവർക്കും എല്ലാ കാലത്തും. ചില സമയങ്ങളില് ചില കാര്യങ്ങള് കഴിഞ്ഞ വർഷം അറിഞ്ഞ അറിവല്ല ഈ വർഷം അറിയാം. അപ്പൊ ചിലപ്പോൾ തിരുത്തി പറഞ്ഞു വരും. അപ്പൊ വിമർശിക്കാൻ എളുപ്പമാണ്. ഒരു കലാകാരനോ കലാകാരിയോ വിമർശിക്കാൻ വളരെ എളുപ്പമാണ്. പ്രത്യേകിച്ച് എഴുത്തുകാരന് എന്താവട്ടെ. പക്ഷെ അക്ഷരങ്ങളുടെ ലോകം ഒക്കെ ഈ സാമൂഹിക അല്ലെങ്കിൽ ജനിച്ചു വീണ അന്തരീക്ഷത്തിൽ നിന്നൊക്കെ എന്താ ലോകമോ തറവാട് എന്നുള്ളൊരു സെൻസിൽ ജീവിക്കുന്ന ആളുകളെയാണ് നമ്മൾ ഒരു കലാകാരൻ എന്ന് പറയുന്നത്. എഴുത്തുകാരൻ എന്ന് പറഞ്ഞൊരു വാക്കൊരു ചുരുക്കവാക്കാണ്, ഒരു ചുരുക്കെഴുത്താണ്. ഒരു എഴുത്തുകാരൻ ആ ഒരു വാക്കിൽ ഒതുങ്ങിയില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അന്തർമുഖത്വം അന്വേഷിച്ചവര് പോകുന്നു. പ്രതിസന്ധികളെ നേരിടാൻ വയ്യാണ്ടായിരിക്കണം. അപ്പൊ അത്യാവശ്യം ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളുണ്ട്, സോഷ്യൽ മീഡിയ ഇവിടെ ഉണ്ട്. അപ്പൊ എഴുത്തുകാരൻ അതില് സംതൃപ്തനാവുന്നു തോന്നുന്നു. കാരണം ഒരു എഴുത്തുകാരൻ ഈഗോ ഉള്ള അല്ല എല്ലാം തോന്നും, എല്ലാതിരിക്കും. കാരണം സ്വതന്ത്ര ചിന്തകനായിരിക്കുകയല്ല എല്ലാം. അല്ല, ഡീപ്പ് റൈറ്റേഴ്സ് ഒക്കെ സ്വതന്ത്ര ചിന്തകരാണ്. അപ്പൊ പ്രതികരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു കല്യാണ ഫംഗ്ഷനിൽ താൻ പോകേണ്ടതില്ല, അവിടെ ഒരു വലിയ കല്യാണ ഫംഗ്ഷൻ നടത്തുന്നുണ്ട്. ഔപചാരികതയുടെയോ അല്ലെങ്കിൽ ഇങ്ങനെ ആചാരങ്ങളുടെയോ അല്ലെങ്കിൽ വിശ്വാസങ്ങളുടെയോ തടവറയിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായിട്ട് ഒരു എഴുത്തുകാരൻ എനിക്ക് ശ്രമിക്കണില്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ള എഴുത്തുകാരെ എനിക്ക് തിരിച്ചറിയാൻ പറ്റും. ഒരു കലാകാരൻ എനിക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. എഴുത്തിന്റെ ഒരു പുസ്തകവും പേനയിൽ നിന്നും അച്ചടിയിൽ നിന്നുള്ള ഒരു കല എഴുത്ത് അല്ലാണ്ട് മാറിയിട്ടുണ്ടല്ലോ. സോഷ്യൽ മീഡിയയ്ക്ക് ശേഷം ഇനി മാറ്റങ്ങൾ ഉണ്ടാവും. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത മാറ്റങ്ങൾ ഉണ്ടാവും. ഫേസ്ബുക്കിനും ട്വിറ്ററിനും ഗൂഗിളിനും ശേഷം ഇനിയും മാറ്റങ്ങൾ അല്ലാതെ ഉണ്ടാവും. അത് വല്ലാത്ത മാറ്റമായിരിക്കും. അത് പ്രോത്സാഹനമാണ്. അതിനെ ദാർശനികമായിട്ട് കാണാനായിട്ട് ഒരു കലാകാരന് പറ്റും, ഒരു എഴുത്തുകാരന് തീർച്ചയായിട്ടും പറ്റും. പക്ഷെ അത് പറഞ്ഞാൽ വിഡിത്താവും. പറയാൻ നമുക്കിപ്പോ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് സത്യത്തിൽ അത് പറഞ്ഞാൽ. കാരണം ഇനി വരുന്ന 100 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഈ ഇമാജിനേഷനിലൂടെ കാണുന്ന ചില കാര്യങ്ങൾ അത് മഹാനന്ദത്തരായിരിക്കും പറയുന്നത്. പക്ഷെ അതിൻ്റെ ഒരു മാധ്യമമാണ് സാഹിത്യം. വരാൻ പോകുന്നതോ സംഭവിക്കാൻ പോകുന്നതോ ആയിട്ടുള്ള ചില കാര്യങ്ങളെ ദർശനത്തിന്റെ രൂപത്തിൽ, ദാർശനികതയുടെ ഒരു സെൻസ് കൊണ്ട് നമുക്ക് ആവിഷ്കരിക്കാൻ കലയ്ക്ക് മാത്രമേ കഴിയുള്ളൂ. ഉദാഹരണം, കുമാരനാശാൻ 100 വർഷം ശേഷം വീണവ് വായിക്കപ്പെടുന്നു, ചുമന്തവ് വായിക്കപ്പെടുന്നു, കസോഫ്സ്കി വായിക്കപ്പെടുന്നു, ദസ്തോവ്സ്കി വായിക്കപ്പെടുന്നു, ഡോസ്റ്റോവ്സ്കി വായിക്കപ്പെടുന്നു. അപ്പൊ ഇന്ന് വരുന്ന കല വ്യത്യസ്തമാണ്. ഇപ്പൊ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന കല വ്യത്യസ്തമാണ്. പുസ്തകം പേനയും അക്ഷരങ്ങളും പേനയും കടലാസും ഒക്കെ ഒന്നുമില്ലാണ്ട് എഴുതുന്ന എഴുത്താറില്ല ഇപ്പൊ പ്രസന്റ്.
ന്യൂജൻ എന്ന് പറയുന്നത്. അപ്പം അതിനൊരു ദാർശനിക അടിസ്ഥാനത്തിൽ കാണുമ്പോൾ അവരന്തർമുഖരാണ്. അന്തർമുഖരായിരിക്കുന്ന എത്രയോ വലിയ ജീനിയസുകളുണ്ട് ഇപ്പോഴും ആരും അറിയാതിരിക്കുന്ന ജീനിയസുകൾ. നിങ്ങൾ വെറുതെ ഹിമാലയസ് അണുക്കളിലേക്ക് വെറുതെ ഒന്ന് പോയി നോക്കൂ. കുറെ പറയേണ്ട വിഷയമാണ് വന്നത് പോലും. അത് കുട്ടിക്കാലം മുതലേ പുസ്തകങ്ങളും പേനയും കൊണ്ടു നടക്കണം എന്നുള്ള, മരണം വരെ കൊണ്ടു നടക്കണം, വായനയും ഇങ്ങനെ കൊണ്ടു നടക്കണം എന്നുള്ള തോന്നൽ അന്നത്തെ തീരുമാനമായിരുന്നു. ഒരു ബാലിശ്രമം തീരുമാനമായിരുന്നു എനിക്ക് തോന്നുന്നു. നിരർത്ഥകത തന്നെയാണ് ലൈഫ്, അർത്ഥവിഹിതമാണ് ലൈഫ്, അർത്ഥമില്ലായ്മ മാത്രം തന്നെയാണ് ലൈഫ്. അതിന് എങ്ങനെയാണോ കലയിൽ ആവിഷ്കരിക്കാൻ പറ്റുക, ആ വ്യക്തിക്ക് നൊബേൽ പ്രൈസ് കിട്ടും. നിരർത്ഥകത, ജീവിതത്തിന്റെ നിരർത്ഥകത. എല്ലാം നിരർത്ഥകതയാണ്, എനിക്ക് മാത്രം. എല്ലാം നിരർത്ഥകത, അർത്ഥരഹിതമായ കാര്യങ്ങളാണ്. ഒരർത്ഥത്തിൽ ഇമാജിനേഷന് മാത്രമാണ്, നോണയെ മാത്രമാണ്, കവിതയെ മാത്രമാണ്, സിനിമയെ മാത്രമാണ് എല്ലാവർക്കും കൂടുതൽ സ്നേഹിക്കാൻ പറ്റുന്നത്. കാണാത്തതിനെയാണ്, ദൈവത്തിൽ കാണാത്തതിനെയാണ് ആളുകൾക്ക് സ്നേഹിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിരർത്ഥകത എന്ന വാക്ക് ഉപയോഗിച്ചത്. അർത്ഥരഹിതം ആണ് എന്ന് പറയുന്ന ആ ഒരു വാക്ക് ഉപയോഗിച്ചത്. നമ്മൾ അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അതിന് യുക്തി എന്ന് പറയുന്നു. യുക്തിരഹിതമായ കാര്യങ്ങളെയാണ് ഏറ്റവും കലയുടെ അടിസ്ഥാന കാര്യങ്ങളായിട്ട് ലോകം മൊത്തത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഗാന്ധി ഒരിക്കലും സത്യത്തെ കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ടില്ല, സത്യാന്വേഷണ പരീക്ഷണങ്ങൾ നടത്തുന്നു എന്നുള്ളതല്ല. ആ പുസ്തകത്തിന്റെ പേരുകളിൽ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നുണ്ട്. അതൊരു സത്യത്തെ കണ്ടെത്തിയ ആൾ ഒരിക്കലും പറയില്ല ഞാൻ സത്യത്തെ കണ്ടെത്തിയെന്ന്. പരീക്ഷണങ്ങൾ എന്ന് മാത്രമേ പറയുള്ളൂ. ജീവിതം പരീക്ഷണം തന്നെയാണ്. ചിലപ്പോഴൊക്കെ അർത്ഥരഹിതമായ പരീക്ഷണം, അപൂർണമായ പരീക്ഷണം. പുസ്തകങ്ങളെ കുറിച്ച് എന്തെല്ലാം പുസ്തകങ്ങൾ എഴുതിയിട്ടില്ല? ഒരു തമാശക്ക് 2005 ഒരു പ്രണയത്തിന്റെ വരമ്പെന്ന് പറഞ്ഞൊരു കവിതാ സമാഹാരം ഇറക്കിയുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പുസ്തകങ്ങൾ, ഒരു മണ്ണെഴുത്ത് എന്ന് പറയുന്ന ഒരു സാഹിത്യ രൂപത്തിന് ഞാൻ എടുത്ത് ഫേസ്ബുക്കിൽ അതിൽ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ കിടക്കും. അതിന്റെ ഒരു ഓർഡറിലൊരു എഴുതി വെച്ചിട്ടുണ്ട്, മണ്ണെഴുത്ത്. അത് ഇന്ത്യയിൽ ആരും അങ്ങനെ ചെയ്തിട്ടില്ല, ഞാനാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. ലോകത്തിലാരും ചെയ്തിട്ടില്ല. മണ്ണെഴുത്ത് എന്ന് പറഞ്ഞ സാഹിത്യ രൂപം എനിക്കൊരു തോന്നും. മണ്ണിന്റെ എഴുത്ത്, മണ്ണിനൊരു പ്രത്യേക എഴുത്തുണ്ട്. ഓരോ മണ്ണിനും ഓരോ സെക്കൻഡ്, ഓരോ മണ്ണിന്റെയും ഈ കാന്തിക ബോധം എന്ന് പറയുന്നത് ശാസ്ത്രം എന്നവരെ നിരീക്ഷിക്കാത്തൊരു വിഷയമാണ്. അതിനൊരു പരീക്ഷണം നടത്തിയിട്ട് അതിൽ അങ്ങനെ എഴുതി വെച്ചാൽ ഒരു പുസ്തകം ആക്കണോ വേണ്ടോ എന്ന് അത് എനിക്ക് അതിന് തീരുമാനമായിട്ടുള്ള കാരണം ഇത് സമൂഹത്തിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് അത് സംഭവിച്ചു പോട്ടെ, സംഭവിക്കാനുള്ളത് സംഭവിക്കട്ടെ. അത് എനിക്ക് നിർബന്ധമില്ല. അത് പിന്നെ ഒരു പുസ്തകം ഇപ്പൊ ഇന്നത്തെ തലമുറ, ഇന്നത്തെ ലോകം, ഇന്നത്തെ ഒരു സാംസ്കാരിക അന്വേഷണാത്മക സെൻസുള്ളൊരു തലമുറ മണ്ണെഴുത്ത് എന്ന് പറയുന്നൊരു സാഹിത്യ രൂപത്തിന് രൂപമെടുത്തിട്ടുണ്ട്. വേറെ ആരും ചെയ്യാത്തൊരു പ്രക്രിയ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഓർഡറിൽ അത് കിടക്കുന്നുണ്ട്. ഏകദേശം ഒരു ഓരോരോ ദിവസങ്ങളായിട്ട് ഓരോരോ കുറച്ച് വരികളായിട്ട് ഷോർട്ടായിട്ടുള്ള വരികളാണ്. കാരണം അത് ഇരുന്ന് എഴുതാനുള്ള ഒരു വലിയ വിഷയമാണ്, ഏറ്റവും വലിയൊരു സബ്ജക്റ്റാണത്. പക്ഷെ അത് എഴുതാനും തീരാത്തൊരു സബ്ജക്റ്റാണ് മണ്ണെഴുത്ത്. കാരണം ഭൂമിയിൽ എത്രമാത്രം മണ്ണുണ്ടോ, ഓരോ 100 മീറ്ററിൽ എത്ര മണ്ണുണ്ടോ ആ മണ്ണിന്റെ കാന്തിക സ്വഭാവത്തിന് അതിൽ എന്റെ മൂടിയിരിക്കുന്ന മനുഷ്യരടക്കമുള്ള ജീവജാലങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളും എത്ര കാലങ്ങൾ കൊണ്ട്, എത്ര സമയങ്ങൾ കൊണ്ട്, എത്ര ആ ഒരു ഇതുകൊണ്ട് മാറ്റങ്ങൾ വരുത്തും. ഒരു ജീവിത സെൻസുണ്ട്. ആ ഒരു സംഗതിയെ ശാസ്ത്രം ഇന്നവരെ ഫോക്കസ് ചെയ്യാത്തൊരു കാര്യമാണ്.
പക്ഷെ ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ ഭയങ്കര ബോറടി ആയിരിക്കും. അത് കുറച്ച് പോയിറ്റിക് ആയിട്ട് ഞാൻ ജസ്റ്റ് അത് തുടങ്ങി വെച്ചിട്ടുണ്ട്. ഒരു 10 ശരി 2-4 പുസ്തകങ്ങൾ എഴുതേണ്ട അത്രയും അത് എന്താ പറയാ ടോട്ടൽ എന്താ പറയാ കംപ്ലീറ്റ് കാച്ചിക്കുറിക്കിയ സംഭവം എന്നൊക്കെ പറയില്ലേ, എഡിറ്റ് ചെയ്യപ്പെടാതെ ഇരിക്കണ്ട. പക്ഷെ പറയുന്നതൊക്കെ കറക്റ്റാണ്, എഴുതിയതൊക്കെ കറക്റ്റായിരുന്നു. കാരണം ഏകാന്തതയിൽ ഉള്ള സംവാദങ്ങളായിരുന്നു ഞാനത് എഴുതി വെച്ചിട്ടുള്ളത്. അത് പിന്നീടൊക്കെ മണ്ണും മനുഷ്യൻ സംബന്ധിച്ചുണ്ടോ? എല്ലാം അത് തന്നെ പണ്ടേ പറഞ്ഞു. അത് മണ്ണും മനുഷ്യനും ഒറ്റ വാക്കല്ല. മണ്ണിന്റെ കാന്തിക തരംഗങ്ങൾ മനുഷ്യനെ എങ്ങനെ ബാധിക്കുന്നു, ജീവജാലങ്ങളെ എങ്ങനെ ബാധിക്കുന്നു, അത് സൂര്യരശ്മികൾ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞു നക്ഷത്രം സൂര്യൻ, അത് പ്രപഞ്ചം എങ്ങനെ കണക്ട് ചെയ്തായിരുന്നു. അത് ജസ്റ്റ് ഇമാജിനേഷന്റെ ഒരു ദാർശനിക ചിന്തയിലൂടെ വന്ന വാക്കുകളായിരുന്നു അവിടെ കുറിച്ച് പോയത്. അത് ബാക്കി നിറയുന്നത് 105% മാത്രമേ ആയിട്ടുള്ളൂ. ഒരുപാടുണ്ട് ചെയ്യാനുള്ള ഒരു കാര്യമാണ്. അതൊരു ജോലിയല്ല, ഒരു സ്വാഭാവികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് പറയാൻ. നിറയുണ്ട്, ഒരുപാടുണ്ട്. അത് ഏറ്റവും എന്താണ് മനസ്സിന് വിഷമം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സംഭവം അതിൻ്റെതായിട്ട് ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കളുടെ മരണം, സാധ്യമായിട്ടുള്ള മരണം നടന്നുണ്ട്. എടുത്തു പറയാൻ പറ്റാത്ത അത്രയും അത് എടുത്ത ഒരു അത്രയും വേണ്ടപ്പെട്ട ആളുകളാണ്. അത് നമ്മളെ ഇട്ടത് ഇതില് വല്ലാത്ത വിഷമം ഉള്ള ആളുകളാണ്. അത് ജസ്റ്റ് ഒറ്റ വാക്കിൽ പറയേണ്ടതല്ല, ഒരുപാട് മണിക്കൂറുകൾ പറയേണ്ട സബ്ജക്റ്റാണ്. ജീവിതത്തിൽ ഈ മേഖലയിലുണ്ടായിട്ട് ഒരു വ്യക്തമായിട്ടുള്ള അനുഭവം ഓർമ്മയിൽ നിൽക്കണം അതിലോ ഞാൻ ജനിച്ചു പോയത് വ്യക്തമായ ഒരു അനുഭവമാണ്. വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു. ചോദ്യം ചെയ്ത അപ്പനായിരുന്നു എന്തിനു വേണ്ടി. അതിന് പോഷണം തോന്നുന്നുണ്ട്. കാരണവര് മരിച്ചും പോയി. ജീവിതത്തിൽ രസകരമായ അനുഭവങ്ങൾ ഈ സാഹിത്യമായി ബന്ധപ്പെട്ട് ഈ സംഭവങ്ങൾ വളരെ ഓർമ്മക്കുറവുള്ള ആളാണ്. രസകരം എന്ന് പറഞ്ഞ രസകരമാണ് മൊത്തത്തില്. ഒക്കെ രസകരമായിട്ട് ജീവിക്കുക. അത് തന്നെ ഓരോ സെക്കൻഡിലും രസം ആവിഷ്കരിക്കുക. നമുക്ക് ആകെ ഇന്ദ്രിയങ്ങളിലെ ഏറ്റവും നമുക്ക് എന്താ പറയാ ആരോഗ്യത്തിനും മനസ്സിനും ഒക്കെ സംതൃപ്തി നൽകുന്ന ഈ രസമാണല്ലോ, ഹാസ്യരസമാണ്. ഈ സാഹിത്യം ഈ കലയെ സംബന്ധിച്ചിട്ട് വൈകാരിക രസം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ രസങ്ങള്. നവരസങ്ങളില് ഒരു കലാകാരന്റെ ഒരു പുസ്തകം ഇപ്പൊ പ്രത്യേകിച്ച് ആരും പറയാത്തൊരു കാര്യമാണ്. ഒരു നോവൽ ഈ രസങ്ങളെ കൊണ്ടുവരാൻ പറ്റും. രസസമ്പൂർണമായിട്ടുള്ള ഒരു കാര്യങ്ങൾ അവസ്ഥകളെ കൊണ്ടുവരാൻ പറ്റും. അത് മനഃപൂർവമായിട്ട് യുക്തിഭദ്രമായിട്ട് എന്ന് നമുക്ക് തോന്നുകയും എന്നാലും ഇമാജിനേഷന്റെ കടലാഴങ്ങളിലേക്ക് ചിന്തകളെ അത് ശ്രദ്ധിക്കുന്ന ആളുകളുടെ ചിന്തകളെ എന്താ പറയാ അതിനെ കൊണ്ട് അവരെ പ്രേരിപ്പിക്കുകയും അവരുടേതായിട്ടുള്ള. കാരണം നമ്മൾ നമ്മുടെ കല ആവിഷ്കരിക്കുമ്പോൾ അത് 100 പേരോ 1000 പേരോ 10000 പേരോ 1,00,000 പേരോ വായിക്കുമ്പോൾ അത് അവരുടെയും കൂടി കലയാണ്. അത് അവരുടെയും കൂടി അനുഭവമാണ്. അത് മാറാണ്. അതാണല്ലോ നമ്മൾ ആർട്ടെന്നോ കലാന്നോ എഴുത്തെന്നോ ഒക്കെ പറയുന്നത് അതിനൊക്കെ തന്നെയാണല്ലോ. അത് അവനവന്റെ ആയിട്ട് പോകും. ഒരു സിനിമ കാണുമ്പോൾ നായകനോ വില്ലനാണെങ്കിലോ അല്ലെങ്കിൽ രാവണപുത്രി എന്ന് പറഞ്ഞ കവിത വായിക്കുമ്പോൾ രാവണൻ ഞാൻ തന്നെയാണല്ലോ എന്നുള്ളൊരു തോന്നലും ഒക്കെ ഉണ്ടാകുന്നത്. അവര് നമ്മുടെ പാഞ്ചാലി വായിക്കുമ്പോൾ ദുരിത ഞാൻ തന്നെയാണല്ലോ എന്നുള്ളൊരു വായിക്കുമ്പോൾ കാണുമ്പോൾ ഒക്കെ അയാളൊരു കലയുടെ ഒരു വിഭിന്ന വശങ്ങൾ ആവിഷ്കരിക്കുന്ന കലാകാരൻ അത് പ്രേക്ഷകരെ അല്ലെങ്കിൽ അത് കാണുന്ന ആളുകളെയും കൂടിയിട്ട് കണ്ടിരിക്കണം. തീർച്ചയായിട്ടും ഒരു വർഷം കുറച്ചെങ്കിലും കണ്ടിരിക്കണം.
അവനങ്ങനെ അല്ലെങ്കിൽ അന്തർമുഖത്തിന്റെ വിസ്ഫോടനത്തെയാണല്ലോ നമ്മൾ കല എന്ന് പറയുന്നത്. വിസ്ഫോടനങ്ങള് മറ്റുള്ളവർ കാണുന്നത് ഇങ്ങനെ ആയിരിക്കാം, പിന്നീട് സംഭവിച്ചിരിക്കാം, അല്ലെങ്കിൽ 100 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഈ വർക്ക് പൊട്ടിക്കറി ഉണ്ടാകുന്ന ഇത് വെച്ചിട്ടുള്ളത്. പിന്നീട് 100 വർഷത്തിന് ശേഷം നമുക്ക് ആരെങ്കിലും വായിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഒരുപാട് തെളിവുകളുണ്ടല്ലോ. ഒരു ആൻഫ്രാങ്കിന്റെ ആത്മകഥയോ അത് പോലും അറിഞ്ഞിട്ടില്ലല്ലോ. പിന്നീട് ഒരു സാഹിത്യ സൃഷ്ടിയെന്ന് അറിഞ്ഞു എന്നുള്ളത് ഒരു 2ാം ലോക മഹായുദ്ധത്തെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമല്ല. ജസ്റ്റ് ആ ഒരു ഉദാഹരണം, ഒരു മനസ്സിലായൊരു പോയിന്റ് കിടക്കുന്നത് അത് എല്ലായിടത്തും ഉണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. അത് എപ്പോഴും എല്ലാത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ 10-12 വയസ്സ് മുതൽ എല്ലാ ആനുകാലികങ്ങളിലും കഥകളും കവിതകളും ലേഖനങ്ങളൊക്കെ അച്ചടിച്ചു വരികയും അത് വളരെ ഡീപ്പായിട്ടുള്ള രചനകളായി തന്നെ വരികയും ചെയ്തിരുന്നു. പ്രശസ്തിക്ക് വേണ്ടിയിട്ട് അവിടെ ഒന്നും ഉപയോഗിക്കപ്പെട്ടില്ല അതൊന്നും. അതുകൊണ്ട് എനിക്ക് സ്വയം തോന്നിയില്ല. കാരണം അത് അങ്ങനെ ആയിരുന്നു. ഓക്കെ, മനസ്സിലായി. വേറെ ഒരു രക്ഷയില്ല. ആത്മാർത്ഥമായിട്ട് എഴുതാന്നുള്ള അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അവനങ്ങനെ ശരിയെന്ന് തോന്നിയത് മാത്രമേ ഉള്ളൂ. പേരും പ്രശസ്തിക്ക് വേണ്ടിയിട്ട് എഴുതരുത്. അവനവന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട്, സംതൃപ്തിക്ക് വേണ്ടിയിട്ട്, അവനവനെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ. ആ സമീപ ലോകമൊക്കെ ആസ്വദിച്ചു കൊള്ളും. കാരണം നമ്മൾ അത്രമാത്രം ആത്മാർത്ഥമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്നുകൊണ്ട് മാത്രമാണല്ലോ നമുക്ക് എഴുതാൻ പറ്റുക. നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാത്രം നമ്മളെ നോക്കിക്കാണുമ്പോൾ നമ്മളെ പോകുന്ന കോടാനുകോടി മനുഷ്യരില്ലേ, അത് വായിക്കുമ്പോൾ അവരങ്ങനെ നോക്കിക്കാണും. അതത്രമാത്രം ആത്മാർത്ഥമുള്ള രചനയായിരിക്കും. PKHS ചെറാസ്കോൾ പരീക്ഷ വിരോധി വരുന്ന കുട്ടിക്കാലം മുതലേ പരീക്ഷകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല ചോദ്യങ്ങൾ. ടീച്ചർമാരും ഒക്കെ എല്ലാവർക്കും ഞാൻ വളരെ വളർന്ന് വലിയ ലെവലിൽ എത്തുന്നതായിരുന്നല്ല ഇവിടെ അക്കാദമിക്കൽ ലെവലിനോട് എന്നുകൊണ്ട്. പിന്നീട് തൃശ്ശൂര് മലയാള പഠന ഗവേഷണ കേന്ദ്രമായിട്ട് അവിടെ മലയാള സാഹിത്യമാണ് താല്പര്യം തോന്നിയത് അന്നത്തെ കാലത്ത്. പിന്നീട് യുക്തിവാദം തലക്കി പിടിച്ചിരുന്നു. വല്ലാണ്ട് തലക്കി പിടിച്ചിട്ട് നടന്നിരുന്നൊരു കാലം. സാഹിത്യവും യുക്തിവാദവും ജീവിതവും 94 SSC ചെറാസ്കോളിന് ശേഷം ഗോൾഡിന്റെ ഫീൽഡിലേക്ക് പൈസക്കാരനാവണമെന്ന് ആക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാരുടെ ഒരു പരിശ്രമം നടത്തിയതിൽ ഞാനും പരാജയപ്പെട്ടു. അതുമായില്ല, ഇവിടെ അങ്ങനെയായില്ല. അങ്ങനെ ഒരു കാലഘട്ടം, ഒരു സംഘർഷം ഉണ്ടായിരുന്നു. ഞാനിവിടെ അവിടെ പരീക്ഷ എഴുതാൻ പോകുന്നതിന് വരെ എന്റെ വീട്ടുകാർക്ക് ഒരർത്ഥത്തിൽ എനിക്ക് സ്വാതന്ത്ര്യം തന്നിരുന്നു. കാരണം ഞാൻ വീട്ടിന്റെ എന്റെ പഴയ ആയക്കാട് ഗ്രാമം എന്ന് പറഞ്ഞ അഗ്രഹാരത്തിന്റെ തട്ടുപുറത്ത് 12 മണി വരെ 1 മണി വരെയും വെളിച്ചം കാണാം. പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിക്കുന്നതാണ്. പക്ഷെ ഞാൻ പഠിക്കാനുള്ള പുസ്തകങ്ങളല്ല വായിച്ചുകൊണ്ടിരുന്നത്. ലൈബ്രറിയിൽ നിന്ന് എടുത്ത ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. റഷ്യൻ നോവലുകളും ജർമ്മൻ നോവലുകളും റഷ്യയുടെ പോലത്തെ പുസ്തകങ്ങളും ദസ്തോവ്സ്കിയുടെ പുസ്തകങ്ങളും ബഷീറിന്റെ പുസ്തകങ്ങളും കൂടുതൽ റഷ്യൻ നോവൽ നിജിൻസ്കിയുടെ എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന മ്യൂസിക് നർത്തകന്റെ അങ്ങനെ ഒന്നിനൊരുമാത്ത പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ കാലത്ത്. പരീക്ഷ എഴുതും കൗമാര അതൊക്കെ വളരെ രസകരമായിട്ട് ഓർക്കുന്നു. വീട്ടുകാരങ്ങനെ പഠിപ്പിക്കാൻ പറ്റിയതിന്റെ ഒരു സന്തോഷം ഒരു വിചാരിക്കുന്ന അങ്ങനെയായിരുന്നു. പക്ഷെ സ്വാതന്ത്ര്യം എന്റെ ഒരു ഏകാധിപത്യത്തിന്റെ ലോകമായിരുന്നു എന്റെ മുറി. അതെനിക്ക് അതിനോട് എപ്പോഴും ആ വീടൊപ്പം പൊളിഞ്ഞുപോയി വിളിച്ചു കൊണ്ടുപോകും 3-4 വർഷമെങ്കിൽ പോലും. പക്ഷെ അതാണ് എന്റെ സ്വഭാവവും എന്റെ രൂപവും എന്റെ മനസ്സിനെയൊക്കെ രൂപപ്പെടുത്തിയത്. എന്റെ ആൾക്കാരുടെ വീട്ടിലെ ആഗ്രഹാരത്തിലെ പഴയ മുറിയായിരുന്നു തട്ടുമുറിപ്പ്. അവിടെ നിന്നിട്ടാണ് ഞാൻ എല്ലാവരെയും ലോകത്തെ മൊത്തത്തിൽ വിലയിരുത്തിയത്. സ്കൂൾ കാലത്താണ് അതോ അതിന് ശേഷമാണ് എപ്പോഴാണ് എന്നിട്ട് പ്രണയ സാഫല്യം ഉണ്ടായി? പ്രണയ സാഫല്യം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഉണ്ട് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന്
വിശ്വസിക്കുന്നില്ല. അതായത് വൈലോപ്പിള്ളിയുടെ കണ്ടൊരു കവിതയുണ്ട്, മറ്റുപൂച്ചട്ടികൾ ചെന്നു തിന്നുവാനൻ കൊട്ടനാട് നീണ്ടിപ്പോയ മോഹം. അതല്ലാണ്ട് പ്രണയം ഉണ്ടായിട്ടില്ല. പ്രണയം എന്ന് പറയുന്നത് എപ്പോഴും പ്രണയം ഉണ്ടായിട്ടുണ്ട്. എല്ലാ സെക്കൻഡിലും പ്രണയം തന്നെയാണ്. ഈ പ്രണയത്തെക്കാളും മനോഹരമായിട്ടുള്ള ലോകത്ത് വേറെ ഒന്നുമില്ല, സൂര്യൻ മാത്രം പ്രണയത്തെക്കാൾ മനോഹരമായിട്ടുള്ള. ഇത് ഞാൻ മാത്രമേ ലോകത്ത് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. പ്രണയത്തെക്കാൾ മനോഹരമായിട്ടുള്ള പ്രപഞ്ചത്തിലാണ് നമുക്ക് നോക്കി കാണുമ്പോൾ പ്രപഞ്ചാന്വേഷണമായിട്ട് ബന്ധപ്പെട്ട് സുനിത വില്യംസ് ഇപ്പോഴും അവിടെ കിടക്കുകയാണല്ലോ ബഹിരാകാശത്ത്. അതൊരു വേറൊരു ശാസ്ത്രീയ ചിന്തയാണ്. നമ്മളെ അറിവിന്റെ വഴികളിലൂടെ പോകേണ്ടതുണ്ട്. ജസ്റ്റ് അവരെ സല്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോ പെട്ടെന്ന് ഓർമ്മ വന്നാണ് അത്. പ്രണയം നമ്മുടെ ഒരു ശാരീരിക പഞ്ചേന്ദ്രിയങ്ങളുടെ തടവറയിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രണയം, നമ്മുടെ സാമൂഹിക ചിന്താധാരങ്ങളിൽ നമ്മളെ അടിച്ചേൽപ്പിച്ചിട്ടുള്ള പ്രണയം, നേരത്തെ പറഞ്ഞു ഓരോ നാടിന്റെയും മണ്ണിന്റെ സംസ്കാരത്തിന്റെ അടിവേരുകള് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എങ്ങനെ പ്രണയിക്കണം. ഇങ്ങനെ ഒരു സാരി എടുത്ത പ്രണയം, അല്ലെങ്കിൽ ചുരിദാറിട്ട പ്രണയം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു എന്താണ് പറയാ ഒരു കോവളം പ്രണയം, അല്ലെങ്കിൽ വിദേശ സംസ്കാരത്തിന്റെ വസ്ത്ര സംബന്ധമായിട്ടുള്ള സെൻസിനെ നമ്മൾ നോക്കിക്കാണുന്നത്. അത് മുഖം മൊത്തത്തിൽ മറച്ചതുകൊണ്ടോ, അത് വസ്ത്രത്തെ മൊത്തത്തിൽ ഇട്ടതുകൊണ്ടോ, അല്ലെങ്കിൽ മൊത്തത്തിൽ ഉപേക്ഷിച്ചത് കൊണ്ടോ ആയിട്ടുള്ള പ്രണയസങ്കല്പം പുരുഷന്റെ എല്ലാ നാട്ടിലും വ്യത്യാസമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാണ്. കുറെ ഉണ്ട് അതില്, കുറെ സൂക്ഷിച്ച് നോക്കേണ്ടതുണ്ട്. പ്രണയസങ്കല്പം വ്യത്യസ്തമാണ് ടോട്ടലി എല്ലായിടത്തും, എല്ലാ മനസ്സിലും, എല്ലാ ഉറവിടങ്ങളിലും, എല്ലാ ഉറുമ്പുകളിലും, ഓരോ ഉറുമ്പിലും പ്രണയസങ്കല്പം വ്യത്യസ്തമാണ്. അപ്പൊ നമ്മുടെ ശാരീരികമായിട്ടുള്ള ഒരു സംഗതി നമ്മൾ സെക്സിന് മാത്രമാണ് പറയുന്നത്. സെക്സിലും പ്രണയമില്ല എന്നല്ല പറയുന്നത്. സെക്സിലും പ്രണയമുണ്ടല്ലോ. സാഹിത്യത്തിൽ പ്രണയമുണ്ട്, കലയിൽ പ്രണയമുണ്ട്, പൂക്കളിലും കാറ്റിലും വായിലും എല്ലാറ്റിലും പ്രണയം നമ്മൾ കാണുന്നുണ്ടല്ലോ. അതൊക്കെ നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്നൊക്കെയാണ് നമ്മൾ പ്രണയം എന്ന് പറയുന്നത്. നെഗറ്റീവായിട്ടുള്ള പ്രണയങ്ങളുടെ വഴിയിലൂടെ ഒരു ലവ് ലെറ്റർ കൊടുത്തിട്ട് അത് റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വഴിക്ക് തിരിഞ്ഞു നോക്കില്ലല്ലോ, നമ്മൾ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുന്നില്ലല്ലോ. പക്ഷെ നമ്മുടെ ബാല്യകാല അനുഭവങ്ങൾ അല്ലെങ്കിൽ യൗവനപരമായിട്ടുള്ള അനുഭവങ്ങളിൽ അന്നത്തെ പ്രണയം അങ്ങനെ നമ്മളെ കണ്ടിരുന്ന പ്രണയം അതായിരുന്നല്ലോ. ഒരു പെൺകുട്ടി സ്കൂളിൽ പഠിക്കുന്നോ ക്ലാസ്സിൽ പഠിക്കുന്നോ അല്ലെങ്കിൽ നമ്മുടെ യൗവനഭീഷണമായിട്ടുള്ള അതിനാണ് പ്രണയം എന്ന് ആദ്യം തെറ്റിദ്ധരിച്ചിരുന്നത്. ബേസിക്കലി നമ്മളെ തെറ്റിദ്ധരിച്ച ആളായിരുന്നു. ഒരു പുരുഷൻ, ഒരു യുവാവ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സിനെ നമ്മൾ നോക്കിക്കാണുന്നതും നമ്മൾ ഭാവാത്മകമായിട്ട് എന്തൊക്കെയോ ചില ആ സമയത്താണ് ഇപ്പൊ അർത്ഥത്തിൽ ചങ്ങമ്പുഴ കവിതകളൊക്കെ ആ ഒരു ദാർശനിക, ആ ഒരു ഫിസിക്കൽ ദാർശനിക സെൻസ് ഇല്ലായിരുന്നെങ്കിൽ ചങ്ങമ്പുഴ കവിതകൾ നമുക്ക് നഷ്ടപ്പെടായിരുന്നു. തീർച്ചയായിട്ടും പോലത്തെ കവിതകളിലും ഒക്കെ പ്രണയത്തെ കുറിച്ച് അധികം പറഞ്ഞ ആളാണല്ലോ നെരിയുടെ, പബ്ലോ നെരിയുടെ ഒക്കെ അല്ലേ. അപ്പൊ നമുക്കറിയുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അതായത് സാഹിത്യത്തിന്റെ ഒരു സാംസ്കാരിക വിപ്ലവമൊക്കെ ആണല്ലോ അതൊക്കെ. മാർക്കേസിന്റെ ഒക്കെ ഗാർസിയ മാർക്കേസിന്റെ ഒക്കെ 100 Years of Solitude ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രണയത്തെ വളരെ സിമ്പിളായിട്ട്, അന്ന് മാജിക്കൽ റിയലിസം എന്ന് പറഞ്ഞ സാഹിത്യ രൂപത്തിന് തന്നെ രൂപം കൊടുത്ത പുസ്തകമാണ് മാർക്കേസിന്റെ അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സബ്ജക്റ്റ് ആണല്ലോ അതൊക്കെ, അല്ല കാര്യമാണല്ലോ അതൊക്കെ. ആ ഒരു സംഗതി, ഒരു സാഹിത്യത്തിലെ ഒരു സംഗതി രൂപപ്പെടുത്തിയിട്ടുള്ള അങ്ങനൊരു മാജിക് റിയലിസം. അത് പ്രണയത്തിന്റെ ജസ്റ്റ് ഓരോരോ പാരഗ്രാഫിലും അത് നിറമറിച്ച ഖസാക്കില് പ്രണയാവിഷ്കാരം വേറെ തലത്തിലാണ്. നമ്മുടെ ഇവിടുത്തെ മണ്ണിനോടുള്ള ഒരു കടപ്പാടുണ്ട് അതിൽ. ഒരു കത്ത് എഴുതുന്നുണ്ടല്ലോ, കത്ത് രചിച്ചു വരുന്നുണ്ട് ഖസാക്കിൽ. ശ്രീമതി ഞാനാണ് പത്മ, പക്ഷികൾ ആകാശത്ത്
പറന്നു പോകുന്നൊക്കെ കടൽ തീരത്ത് തണുത്ത മണലിൽ കിടന്നത് 7 വർഷങ്ങൾക്ക് മുമ്പാണ്, 7 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു കാമുകിയുടെ പ്രവേശം ചെയ്യുന്ന ഖസാക്കിൽ. അപ്പൊ പ്രണയം സ്പിരിച്വലിസത്തിന്റെ വേറെ തലങ്ങളിലൂടെ ആ പുസ്തകത്തിൽ പോകുന്നുണ്ട്. ഈശ്വരൊന്നും അറിയുന്നു. അറിവിന്റെ കണ്ണുകൾ താനേ തേടി ജന്മത്തിൽ നിന്ന് ജന്മാന്തരങ്ങളിലേക്കുള്ള ആ ഒരു പ്രയാണ വാക്കുകളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ ഒക്കെ പ്രണയം തന്നെയാണല്ലോ. സ്പിരിച്വലിസം പോലും പ്രണയമായി മാറുന്നു. ഇതിന്റെ ആകെ അന്തം വിട്ടുപോയത് ശരീരത്തെ പീഡിപ്പിക്കുന്ന സ്പിരിച്വലിസ്റ്റുകളായ സന്യാസിമാരെ കണ്ടിട്ട് ഹസസാക്കിസ് പറയുന്നുണ്ട്. ഉഷയുടെ വിളിച്ചു, ആർണോൾഡിന്റെ ഉഷയുടെ വിളിച്ചു. അപ്പൊ അറിവിന്റെ തലങ്ങളിലൂടെ നമ്മൾ പ്രണയാന്വേഷണം നടത്തുമ്പോൾ, സാഹിത്യത്തിന്റെ തലങ്ങളിലൂടെ, കലയുടെ തലങ്ങളിലൂടെ നമ്മൾ പ്രണയാന്വേഷണം നടത്തുമ്പോൾ, മൈക്കലാഞ്ചലോ പോലുള്ളവരും അല്ലേ, എല്ലാവരും കാലങ്ങൾക്ക് മുമ്പേയുള്ള ഫോട്ടോഗ്രാഫിക്ക് മുമ്പേയുള്ള ഒരു കാലത്തെ നമ്മൾ ഓർത്തെടുക്കുകയും അതിന് ചരിത്രം എന്ന് പറയുകയും, ചരിത്രത്തിലെ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ അങ്ങോട്ട് പുറകിലേക്ക്, അതാണ് പറയുന്നത്, ഭൂതകാലത്തേക്ക് തിരിഞ്ഞു നോക്കണ്ടെന്ന് തിരിഞ്ഞു നോക്കിയാൽ അതൊക്കെ തീർന്നു. ഇന്നിപ്പോ തീർന്നെന്ന് പറഞ്ഞ കാര്യമല്ല, അതിൽ തന്നെ ഒരു 16 വർഷം പോകും. ഇപ്പൊ തന്നെ 50 വർഷമായില്ലേ. അത് നോക്കിയാലും തീരാത്തത്ര ചരിത്ര സാംസ്കാരിക ഉറങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ. നമ്മളിപ്പോ പോലും വാഹനത്തിൽ വന്നത് പെട്രോൾ ഓടിച്ചുകൊണ്ട് പൂർവികരുടെ ജൈവബോധത്തിൽ നിന്ന് ആണ് നമ്മളിപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നിറയുണ്ടോ ആവശ്യം പറഞ്ഞാലും തീരാത്താണ്. അതൊക്കെ പ്രണയം തന്നെയാണ്. കാരണം അല്ല, പൂർവികർ മരിച്ചിട്ടും പൂർവികർ മരിച്ചിട്ടും നമ്മളവരുടെ ഇന്ധനത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. തീരില്ല, അത് പ്രണയം തന്നെയാണ്. നിറയെ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ തിരിച്ചു വന്ന് അത് ശരിയാണോ ഇത് ശരിയാണോ, അതിൽ നിന്നൊക്കെ തിരിച്ചു വന്നിട്ടാണ് ഞാൻ പിന്നീട് നിരീശ്വരവാദിയായാലും നിത്യവാദിയായാലും മതനിഷേധിയായാലും സാഹിത്യകാരനായാലും കവിയായാലും തത്വചിന്തകനായാലും ഈ കാലഘട്ടത്തിനിടയിലെ 48 വയസ്സിനിടയില് വിഭിന്ന മുഖങ്ങളിലൂടെ കടന്നു ചെന്നിട്ട് എന്നിട്ടും അറിവുകൾ തീർന്നിട്ടില്ലല്ലോ, കാര്യങ്ങൾ ഇനി അറിയാനുണ്ടല്ലോ എന്നുള്ളൊരു ആകാംക്ഷ ഓണല് ഉള്ളത് അത് ജീവിതത്തിന്റെ ഒരു ഇന്ധനമായിട്ട് ഞാൻ ജീവിക്കാനുള്ളൊരു പ്രേരണയായിട്ട് പറഞ്ഞ അറിവന്വേഷണം ജ്ഞാനാന്വേഷണം വ്യത്യസ്തമാണ്. ഒരു ഡീപ് നോളജ് ആണ് ഞാൻ അന്വേഷണം പറയുന്നത്. നമുക്ക് അറിവൊക്കെ കുറെ കേട്ടതൊന്നും മടുക്കും. അത് ഇത് പറഞ്ഞ ഒരു സിനിമാ നടനോടാണ് പറയണമെങ്കിൽ 6ാം ക്ലാസത്തെ പ്രണയത്തെ കുറിച്ച് പറയും, 7ാം ക്ലാസത്തെ 8ാം ക്ലാസത്തെ 10ാം ക്ലാസത്തെ പ്രണയത്തെ കുറിച്ചും ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ പേരുകൾ പറയും. പക്ഷെ അതല്ല അതെന്ന് വെച്ചാൽ അത് സ്വാഭാവികമായിട്ടും എല്ലാവരുടെ ലൈഫിലുള്ള കാര്യം, ഉള്ള കുഞ്ഞു ഓർമ്മ. എനിക്ക് പെട്ടെന്ന് മുണ്ടശ്ശേരി മാഷിന്റെ കൊഴിഞ്ഞുകളകൾ എന്ന് പറഞ്ഞ ആത്മകഥ ഓർമ്മ ഒക്കെ പറഞ്ഞു ചോദിക്കുന്നു. കാരണം ആ ആത്മകഥ തുടങ്ങുമ്പോ ഞാനൊരു 10-16 വയസ്സിൽ വായിച്ചതാണ്. കല്ലുകരട് കാഞ്ഞിരക്കുറ്റി മുള്ളുമുരട് മൂർക്കൻ പാമ്പ് എന്ന് പറഞ്ഞിട്ടാണ് ആത്മകഥ തുടങ്ങുന്നത്. പ്രണയത്തെ കുറിച്ച് പരാമർശിച്ചിട്ടേ ഇല്ല, എന്നാലും പരാമർശിച്ചിട്ടുണ്ട്. ബാല്യകാല പ്രണയം കേട്ടോ. അതായത് ജസ്റ്റ് ആ ഒരു കപട സ്നേഹിത നിന്നോട് ഞാൻ എന്റെ കവിതകളിൽ തിരസ്കരിക്കുന്ന ഞാൻ കുടിയപ്പോയുടെ കവിത ഓർമ്മ. 100 വർഷങ്ങൾ കൊണ്ട് തിരുവിതാംകൂർ രാജാവിന്റെ രാജ്ഞിയുടെയും ചിത്രങ്ങൾ നമുക്ക് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണല്ലോ. അവര് സാധാരണ ഒരു മാറിമറിക്കല് നിലക്കരം ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. ടിപ്പാണല്ലോ നിർത്തലാക്കിയത്. കുറച്ച് കാലങ്ങളൊന്നും അധികമായിട്ടില്ല. അങ്ങനെ നിങ്ങൾ വന്നെങ്കിലും കഴിഞ്ഞ 100 വർഷങ്ങൾക്ക് പോലും സദാചാരം, നമ്മുടെ വസ്ത്ര സദാചാരം എന്ന് പറയുന്നത് ചരിത്രത്തിൽ നമ്മൾ വളരെ ബാഡാണ്. അങ്ങനെ നോക്കുന്നു.
വസ്ത്ര സംസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്കാരമാണെങ്കിലും കുറച്ച് ഡീപ്പായിട്ട് പറയേണ്ട ഒരു വിഷയമാണ്. പക്ഷെ പൊള്ളും പലർക്കും അതാണ് പ്രശ്നം. സാംസ്കാരിക മേഖല കുറച്ചുകൂടി നന്നായിട്ട് പുതിയ തലമുറ വല്ലാണ്ട് വളർന്നിട്ടുണ്ട്. പക്ഷെ പുതിയൊരു സംഗതി ഉണ്ടാക്കുക എന്ന് പറയുന്നത് 100 വർഷത്തിലൊരിക്കൽ മാത്രം സംഭവിക്കുന്നതാണ്. 100 വർഷത്തിലൊരിക്കൽ മാത്രം. അത് അറിയുകയാണെങ്കിൽ തന്നെ വളരെ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവില്ല. പരമ്പരാഗത എഴുത്തുകാര് അല്ലാത്ത എഴുത്തുകാരുണ്ട്, പാരമ്പര്യ നിഷേധികള്, ഇവരാണ് വിപ്ലവകാരികൾ എന്ന് പറയുന്നത്. അപ്പൊ എഴുത്തിന്റെ ഒരു സാമ്പ്രദായിക വശത്തെ നമ്മൾ ജസ്റ്റ് ഒറ്റ വാക്കില് ഒരു ഷോർട്ടായിട്ടുള്ള ഒരു ഇതില് ഞാൻ പറയുകയാണെങ്കിൽ, ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ, 48 ചങ്ങമ്പുഴ മരിച്ചു. ചങ്ങമ്പുഴയുടെ മാറ്റൽ കഴിവുകൾ നിറയെ ഉണ്ടായി. അടക്കം വയലാറടക്കം കഴിവുകളും ഗീതകളും ഒക്കെ സിനിമാ ലോകത്ത് എല്ലായിടത്തും ഉണ്ടാവും. പക്ഷെ ചങ്ങമ്പുഴയുടെ പേര് നിലനിൽക്കുന്നുണ്ട് അല്ലേ? ആ സമയത്ത് എഴുത്തിലൊരു സംഗതി, കവിതയിലൊരു അവിടെ ഇടപ്പള്ളിയിൽ അപ്പൊ തന്നെ അവിടെ തന്നെ ആള് ജീവിച്ചിരുന്ന കുഞ്ഞു ഗ്രാമത്തിൽ 500 എഴുത്തുകാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവിടപ്പള്ളി എഴുതുന്നത് അതേ കാലത്ത് ജീവിച്ചിരുന്ന ആളാണ് വൈലോപ്പള്ളി. വൈലോപ്പള്ളി ആർക്കും ആ കാലത്ത് അറിയില്ലായിരുന്നു, ഒരേ പ്രായക്കാരാണ്. പക്ഷെ വൈലോപ്പള്ളി നൂറ്റാണ്ടിന്റെ ഭാഗ്യമായി. പക്ഷെ എഴുത്തിനെ അവിടെ മാറ്റിമറിക്കുകയും ചെയ്തു. അത് നോക്കണം, അതായത് 10,000 ലക്ഷക്കണക്കിന് ആളുകളെ എഴുതിയിട്ട് കാലങ്ങൾ കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഓർക്കാനുള്ളത് 1-2 പേര്. അവരാണ് എഴുത്തിന്റെ വിപ്ലവം എന്ന് പറയുന്നത്. ഒരു ചെടിയില് വെളിച്ചം എന്ന് പറഞ്ഞ പുസ്തകം എഴുതി അവിടെ MM വിജയ മാഷ് അവിടെ നിർത്തുന്നു. പിന്നെ പ്രസംഗ സംഭാഷണങ്ങൾ മാത്രമാണ്. ഒരു കുഞ്ഞു പുസ്തകം പറയുന്ന നാരായണഗുരു അവിടെ നിർത്തുന്നു. സൗന്ദര്യലഹരി എഴുതി ശങ്കരാചാര്യർ അവിടെ നിർത്തുന്നു. അപ്പുറത്ത് അതുകൊണ്ടും ശങ്കരാചാര്യർ എഴുതി അടിച്ചേൽപ്പിക്കപ്പെടുന്നു. ഇന്നാള് മാർക്കേസ് ജയിച്ചിരിക്കുന്നതല്ലേ, അയാളെ പോലെ തന്നെ എഴുതിയ അതേപോലെ തന്നെ എഴുതിയ മാർക്കേസിന്റെ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാർക്കേസ് എഴുതിയെന്ന് കരുതി ആള് കുട്ടിഘോഷിച്ചപ്പോ മാർക്കേസ് ഗോൾഡ് മാർക്കേസ് കേസ് കൊടുക്കാൻ പോയില്ലല്ലോ. ആ പയ്യനെ തിരിച്ച് കെട്ടിപ്പിടിക്കല്ലോ ചെയ്തു, ആശ്ലേഷിക്കുകയും ചെയ്തു. ഇത് സാധാരണയായിട്ട് നാട്ടുകാരൊക്കെ പറ്റിച്ചല്ലോ, അവരെ കൊണ്ട് വിശ്വസിക്കുകയും ചെയ്തല്ലോ പറഞ്ഞു. അപ്പോ അത് ഫോളോവേഴ്സ് ഉണ്ടാവും. ഫോളോവേഴ്സ് എല്ലാ കലയിലും എഴുത്തൊരു കല എന്ന അർത്ഥത്തിൽ എഴുത്തിന്റെ ഒരു വ്യത്യസ്ത രീതി, അത് ന്യൂനപക്ഷമാണ് കൂടുതലും നിർഭാഗ്യവശാൽ ആസ്വദിക്കപ്പെടുന്നത്. എഴുത്തിന്റെ കല എല്ലാ കാലം ന്യൂനപക്ഷമാണ് ആസ്വദിക്കുന്നത് എല്ലാ കാലത്തും. അപ്പോ പറഞ്ഞു വന്നത് അത് പ്രശസ്തമായ ഗ്രന്ഥം ആയിരിക്കാം, പക്ഷെ അത് വായിക്കപ്പെടുന്നത് അതിനങ്ങനെ ബഹുമാന പുരസ്സരം മാറ്റി വെച്ചിട്ട് അതങ്ങനെ ഇരിക്കുന്നു. അത് വായിക്കാൻ മടിച്ചിട്ട് പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു ഡീപ് സാഹിത്യത്തിൽ സംഗീതത്തിന്റെ അളവ് കുറയുമ്പോഴാണ് അത് ജനകീയല്ലാതെ പോകും. അത് മനസ്സിലാവുന്നില്ല. മോഹൻലാലിന്റെ അഭിനയം നല്ല സംഗീതമുണ്ടല്ലോ മോഹൻലാലിന്റെ സംഭാഷണത്തിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? കഥകളി ആശാന്മാരുടെ അഭിനയം ചിലപ്പോൾ അത് സാധാരണക്കാർക്കൊക്കെ മോഹൻലാലിന്റെ അഭിനയം നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റും. അപ്പോ ഈ അഭിനയം അല്ലാണ്ട് ചില ഡീപ്പ് അഭിനയം ഉണ്ടല്ലോ, അത് സംഗീതമുള്ളത് കൊണ്ടാണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. ഒരു റിയലിസ്റ്റിക് അഭിനയം എന്നൊക്കെ പറയുന്ന ചില സംഗതികളുണ്ടല്ലോ അല്ലേ? നമ്മുടെ മലയാള സിനിമയിൽ കുറച്ച് കുറവാണത്. അത് വളരെ ഉദാഹരണം പറയാൻ ഒരു സിനിമ പോലും ഇല്ല. അതാണ്. അപ്പൊ
അപ്പൊ അത് സംഗീതം സംഭാഷണങ്ങളിലുണ്ടെങ്കിൽ നമുക്ക് ആസ്വദിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ സംഗീതം അത് മാത്രം അല്ലാണ്ട് സിനിമ എന്ന് പറയുന്ന മാധുര്യം നിലനിൽക്കില്ല. സംഗീതം നിറയാണ്. അതായത് ഉദാഹരണത്തിന് കലയിൽ ഡീപ്പായിട്ടുള്ള ഫിലോസഫി പറയുന്നതോ അല്ലെങ്കിൽ കറുത്ത ഹ്യൂമർ പറയുന്നത്, കറുത്ത ഇത് കാര്യങ്ങൾ പറയണതൊന്നും ആർക്കും ഇഷ്ടമല്ല. അത് സിനിമയിലാണെങ്കിലും സംഗീതത്തിലാണെങ്കിലും. മനസ്സിലാവുമ്പോ അപ്പോ ഉദാഹരണത്തിന് അത് ചിലവർക്ക് മനസ്സിലാവും. ജസ്റ്റ് നമ്മൾ ഷോർട്ടായിട്ട് ഒരു വാക്ക് പറയാം. അത് കുറച്ച് എനിക്ക് പെട്ടെന്ന് സിനിമയെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ ഒരു ഫ്ലോ ഉള്ളതുകൊണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് ഒറ്റ വാക്കിൽ പറഞ്ഞു. അപ്പോ സാഹിത്യത്തിലേക്ക് ഞാൻ തിരിച്ച് വന്നിട്ട് വേണ്ടി ഒന്നുകൂടി പറയാം ഒറ്റ വാക്ക്. കാരണം അത് ഡീപ്പ് വായനയുള്ള ആളുകൾക്ക് മനസ്സിലാവാനേ ആവട്ടെ. ഫ്രെഡറിക് നീഷയുടെ ദി സ്പീക്കേഴ്സ് സർദോഷ്ട ഗാന്ധിയും ഹിറ്റ്ലറും ഒരേ കാലത്ത് ഇതാണ് വായിക്കുന്നത്, ഒരേ സമയത്താണ് വായിക്കുന്നത്. 1900 ഫ്രെഡറിക് നീഷ മരിച്ചു. ഗാന്ധി ലണ്ടനിൽ പഠിച്ച് ഒരു സുഹൃത്ത് അയച്ചു കൊടുക്കുന്നതാണ് ആർണോൾഡിന്റെ ഏഷ്യയുടെ വിളിച്ച് ഫ്രെഡറിക് നീഷയുടെ ഈ സ്പീക്കേഴ്സ് സർദോഷ്ട. ഗാന്ധിജി രണ്ടും വായിച്ചിട്ട് ആത്മകഥയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പരമാവധി 2 പുസ്തകങ്ങളെ ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത പാരഗ്രാഫിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. കാരണം പാരഗ്രാഫിലേക്ക് കടക്കണമെങ്കിൽ ഗാന്ധിജിക്ക് ഒരു പുസ്തകം തന്നെ എഴുതാനുണ്ട്. അത്രയും പറയുമ്പോൾ ഷോർട്ടായിട്ട് 2 പുസ്തകങ്ങൾ വായിച്ചത് പരമാവധി ഫോളോ ചെയ്യുന്നു. ഇത് ലോകത്ത് ആരും പറഞ്ഞിട്ടില്ല. ഗാന്ധിജി 2 പുസ്തകം ആത്മകഥയിലാണ് പറയുന്നത്, ഞാൻ അതിനെ ഫോളോ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നേരെ മറിച്ച് ടോൾസ്റ്റോയ് ഫാമിലി തുടങ്ങിയതും ടോൾസ്റ്റോയുടെ കട്ടുകൂടാവുന്നതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഈ ടെക്നോളജി, അതായത് ഹിറ്റ്ലർ ഫ്രെഡറിക് നീഷയെ ഫോളോ ചെയ്തു എന്നുള്ളത് ചരിത്രമാണ്. ശ്രദ്ധിക്കുന്നുണ്ട്. ഗാന്ധിജി ഫോളോ ചെയ്യുന്നു എന്നുള്ളത് ചരിത്രമല്ല, ആർക്കും അറിയില്ല. എന്നാലും ആത്മകഥയിലാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അധികാരത്തിന്റെ ആന്തരിക തലങ്ങളെ കുറിച്ച് ഡീപ്പായിട്ട് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു പുസ്തകം ലോകത്തിൽ അത് മാത്രം, ഈ പുസ്തകം മാത്രം. ഈ പുസ്തകത്തിന് ശേഷമാണ് വളരെ അത് പറയാൻ കാരണം ഇദ്ദേഹം ജീവിച്ചിരിക്കുന്ന 10-40 പുസ്തകം വിറ്റെഴുതപ്പെട്ടിട്ടുണ്ട്. 10-40 പുസ്തകങ്ങൾ അദ്ദേഹം ജീവിച്ചിരിക്കും വിറ്റെഴുതപ്പെട്ടില്ല. ആ പുസ്തകം മൊത്തത്തില് വായിച്ചിട്ട് അതിന്റെ ആന്തരിക തലങ്ങളിലൂടെ സഞ്ചരിച്ച വ്യക്തികൾ നിസ്സാരക്കാരല്ല. അത് നിലനിൽക്കുന്നു. അതിൽ നിന്ന് ലക്ഷക്കണക്കിന് കലാസൃഷ്ടികളും പുതിയ തലങ്ങളും ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിതത്തെ മാറ്റിമറിച്ച പുസ്തകങ്ങൾ 10,000-കണക്കിന് പുസ്തകങ്ങളുണ്ട്. ബേസിക്കലി അത് 1-2 പുസ്തകങ്ങളല്ല. കാരണം ഞങ്ങൾ 10-16 വയസ്സ് മുതൽ വായിക്കപ്പെട്ടിട്ടുള്ള മലയാളത്തിലെല്ലാ മഹാകവികളുടെയും ഒക്കെ ഒരു പരമ വായനയായതുകൊണ്ട് കാരണം അതിലും കൂടുതലും ഞാനിപ്പോഴും പരമ്പരാഗതമായിട്ടുള്ള കണാദന്റെ അൻസിദാന്തം മുതൽ സാഖ്യദർശനം മുതൽ കപില മഹർഷിയുടെ പുസ്തകം മുതൽ ശങ്കരാചാര്യന്റെ പുസ്തകം സ്പിരിച്വലിസവും സാഹിത്യവും തത്വചിന്ത അടക്കമുള്ള തലങ്ങളിലൂടെ അതായത് എപ്പോഴും നല്ലൊരു മോശം പുസ്തകം എന്ന് പറയുന്ന പുസ്തകമില്ല, നല്ലത് ചീത്ത എന്ന് പറയുന്ന പുസ്തകങ്ങളൊന്നുമില്ല. മഹത്തരമായ പുസ്തകങ്ങളോ മഹത്തായ പുസ്തകങ്ങളോ ആണുള്ളത്. അതിലൊന്നും നമ്മൾ തീർച്ചയായിട്ടും മാറ്റിമറിച്ച് 1-2 പുസ്തകങ്ങളാണ് കോമൺ ആയിട്ട് എല്ലാവരും പറയുന്ന പോലെ. കാർമസോ ബ്രദേഴ്സും ഈ പറഞ്ഞ ക്രൈം ആൻഡ് പനിഷ്മെന്റും ഒക്കെ ഇപ്പൊ എല്ലാവരെയും സ്വാധീനിച്ച പോലെ തന്നെ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. ആരാധന തോന്നിയിട്ടില്ല ഇതില്. ഇപ്പൊ കുട്ടിക്കാലം മുതൽ മഹാഭാരതം ഒക്കെ വായിച്ചിട്ടും കേട്ടിട്ടും കണ്ടറിഞ്ഞിട്ടൊക്കെ തന്നെയാണ് വളരുന്നത്. അപ്പൊ ഏറ്റവും കുറച്ച് വിരലിലെണ്ണാവുന്ന പുസ്തകങ്ങൾ എന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നീട് കവിതയുടെ തലങ്ങളിലേക്ക് പോയപ്പോൾ കുറെ വർഷങ്ങള് എല്ലാ കവിതകളും എല്ലാ ലോകത്തിലെ മൊത്തത്തിലെ പരമാവധി ഏതൊക്കെ ടൈപ്പ് കവിതകളുണ്ട് അതൊക്കെ വായിച്ചു തീർത്തു. പഠിച്ചു തീർത്തില്ല, വായിച്ചു തീർത്തു.
കുറിച്ചു തീർത്ത അത് നമ്മളത് ഒരു ഒരു സ്റ്റഡി മെറ്റീരിയൽ എന്ന നിലയിൽ അവതരിപ്പിക്കേണ്ടി വരും. അപ്പോ വായിച്ചിട്ട് നമ്മുടെ കോമൺ മൈൻഡിൽ കോമൺ ആയിട്ടുള്ള ഒരു മെമ്മറിയിൽ കിടക്കുന്നതും അന്തർലീനമായി കിടക്കുന്ന രണ്ട് മെമ്മറി ഉണ്ട് നമുക്ക്. ആ അന്തർലീനമായി കിടക്കുന്നത് അത്രമാത്രം ഉള്ളിൽ കൊണ്ട ചില പുസ്തകങ്ങളാണ്. അപ്പോ ഒറ്റ വാക്കില് സ്വാധീനിച്ച പുസ്തകങ്ങളെ പറയാൻ വളരെ വിഷമമാണ്. അത് ഒരു ഖസാക്കിന്റെ ഇതിഹാസോ ഒരു എസ്കെ പൊറ്റക്കാടിന്റെ യാത്രാവിവരണങ്ങളിലോ ഇതിനൊന്നല്ല. അത് എല്ലാ മഹാവാദികളും വായിച്ചിട്ടുണ്ട്. ഒറ്റ വാക്കിൽ ആദ്യമേ പറയുകയാണെങ്കിൽ എനിക്ക് ഒരു പുസ്തകത്തിന്റെ പേര് പറയാം. ഒരുപാട് പുസ്തകങ്ങൾ എന്ന് പറയുന്ന ഒറ്റ പുസ്തകം കുമാരനാശാന്റെ ഗുണപോകും. ആ പുഷ്പന അധികതിന്റെ പദത്തിൽ എത്ര ശോഭിച്ചിരുന്നത് ഒരു രാജ്ഞി കണക്കേനി എന്ന് തുടങ്ങുന്ന പുസ്തകം. കണ്ണയം അടങ്ങുക കരിഞ്ഞു മെലിഞ്ഞു മാശമണ്ണാകുന്നു മലരെ വിസ്മൃതമാകും ഇപ്പോൾ എന്നിന്റെ മാർക്ക് നിലവാൻ ഗതി സാധ്യമുണ്ട് കണ്ണീരിനാൽ. അതിൽ ആ കുഞ്ഞു കവിതയെ ആ വീണത് എന്ന് പറഞ്ഞ ഒറ്റ ഗ്രന്ഥത്തെ നിരന്തരം വായിച്ചതിന്റെ പേരിൽ ഞാൻ ഒരുപാട് അന്വേഷണങ്ങളിലേക്ക് പോയത്. ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാൻ പ്രേരിപ്പിച്ചത് ആ ഒരു കവിതയായിരുന്നു. അന്തർലീനമായിട്ടുള്ള അവസ്ഥകളെ അക്ഷരങ്ങളിലൂടെ ആവിഷ്കരിക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. ഈ കാലഘട്ടത്തിൽ ആ ദാർശനിക അല്ലെങ്കിൽ സ്വഭാവങ്ങള്, അക്ഷരങ്ങളുടെ ദാർശനിക സ്വഭാവങ്ങള് മനസ്സിലാക്കപ്പെട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എഴുതിക്കൊണ്ടേയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിൽ പ്രതിബന്ധത അത് മാത്രമാണ്. ഇന്നല്ല അതിന്റെ റിസൾട്ട് കിട്ടുക, പിന്നീടാണ് എന്നുള്ള തിരിച്ചറിയുന്നത്. ഇഷ്ടമുള്ള പോലെ ചിന്തിക്കുകയും ഇഷ്ടമുള്ള പോലെ ജീവിക്കുകയും ചെയ്യുന്നതിന് നമ്മൾ സ്വതന്ത്ര ചിന്തയ്ക്ക് ഊന്നൽ നൽകിയിട്ട് എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുക? അത്രയും നല്ലത്. അത്രമാത്രം നിഷേധിയാവാനായിട്ട് പറ്റുന്നുണ്ടോ? ബെറ്ററാണ്. അത്രമാത്രം നിരീശ്വരനാവാനായിട്ട് പറ്റുന്നുണ്ടോ? അത്രയും നല്ലതാണ്. അത്രയും അർത്ഥത്തില് എല്ലാ കലകളെയും നമ്മൾ ആരാ ഉണ്ടോ ഏത് കലകളിലാണോ കഴിച്ചിരിക്കുന്നത് ആ കലയിലെ പ്രസന്റിൽ മാത്രം നിന്നുകൊണ്ട് പുതിയതുണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? അത് ലോകത്തിന് ചെയ്യുന്ന നന്മയായിരിക്കും, വിപ്ലവമായിരിക്കും, പുതുമയായിരിക്കും. എല്ലാ കാലത്തെയും പുതുമയ്ക്ക് വേണ്ടിയിട്ട് അറിവിന്റെ ഫലങ്ങളെ അന്വേഷിച്ചിട്ട് അത് പ്രാക്ടിക്കലായിട്ട് എങ്ങനെയുണ്ടോ പോലെ എത്രമാത്രം നിഷേധിയാവാൻ പറ്റുന്നു. അതൊരു പ്രാന്തനെ പോലെ ആവുക എന്ന് പറയുമ്പോൾ ഒരർത്ഥത്തിൽ പ്രാന്തനെ പോലെ തന്നെ ആവണം. പക്ഷെ പ്രാന്തം എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവാൻ പാടില്ല. ഞാൻ പറയുന്നത് ശരിയാണല്ലോ എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നത്, മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ അത് വിജയിച്ചു എന്നുള്ളതാണ്. തോന്നുന്നില്ലെങ്കിൽ അത് വിജയിക്കുന്നില്ല. മറ്റുള്ളവർ പറയുന്ന അത്ര ശരിയായ കാര്യമാണ് അത് എന്നൊരു വാക്കാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. മറ്റുള്ളവർ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നത് അത്ര ശരിയായ കാര്യമല്ല എന്നുള്ളതാണ്. കാരണം മറ്റുള്ളവർ പറയുന്നത് ബുദ്ധൻ പറയുന്നത് ശരിയായെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർന്നു. മുഹമ്മദ് പറയുന്നത് ശരിയാന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർന്നു. ക്രിസ്തു പറയുന്നത് ശരിയാന്ന് പറഞ്ഞാൽ ശരിയാണെന്ന് മറ്റുള്ളവർക്ക് കോടാനുകോടി മനുഷ്യർക്കൊക്കെ തോന്നിക്കഴിഞ്ഞാൽ തീർന്നു. അതിനോടായി എല്ലാവർക്കും ഞാൻ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് ആർക്ക് തോന്നിക്കഴിഞ്ഞു വെച്ചാലും തീർന്നു. അതുകൊണ്ടാണ് അവനവന്റെ ശരിയുണ്ട്, അവരവരുടെ ശരിയുണ്ട്, അവരവരുടെ സത്യാന്വേഷണമുണ്ട്. ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവനവന്റെ പഞ്ചേന്ദ്രിയങ്ങളുടെ കപ്പാസിറ്റി എത്ര
എത്രത്തോളം ഉണ്ടെന്ന് സ്വന്തം ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്നത് അത്രമാത്രം ചെയ്യാൻ പറ്റുകയെന്ന് പറയുന്നതിനേക്കാളും ലോകത്ത് വേറെ ഒരു കാര്യം ജീവിതത്തിൽ ഒരു മനുഷ്യനും ചെയ്യാനില്ല. അവനവൻ ശരിയാണ്. അത് മറ്റുള്ളവർ ശരിയാണ് എന്ന മറ്റുള്ളവർ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾക്ക് അത് നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ് എന്ന് തോന്നിയാൽ ദൈവമായി തീർന്നു. അത് നിങ്ങളെ ഉണ്ടാക്കാനല്ല ആഗ്രഹിക്കുന്നത്. അങ്ങനെ ചരിത്രത്തിലെ സ്വതന്ത്ര ചിന്തകരൊക്കെ ദൈവങ്ങളായി മാറിയത്.